ജുലൈബീബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. മദീനയിലെ തെരുവുകളിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പേര് ജുലൈബീബ്. കാഴ്ചയിൽ ആകർഷകനല്ലായിരുന്നു അദ്ദേഹം. ദരിദ്രൻ, ഉന്നതമായ കുടുംബ മഹിമയോ അണികളോ ഇല്ലാത്തവൻ. മദീനയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു സാധാരണക്കാരനായി പോലും പലപ്പോഴും പരിഗണിച്ചില്ല. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്തുപിടിച്ചു. പ്രവാചകന്റെ കല്യാണാലോചന. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെ ഒരു അൻസാരി പ്രമുഖന്റെ അരികിലെത്തി പറഞ്ഞു, ഞാൻ ഒരു വിവാഹ ആലോചനയുമായി വന്നതാണ്. സന്തോഷത്തോടെ ആ പിതാവ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതിലും വലിയ ഭാഗ്യം മറ്റെന്തുണ്ട്? എന്നാൽ നബി തിരുത്തി, എനിക്കല്ല, അത് ജുലൈബീബിനു വേണ്ടിയാണ്. ഇതുകേട്ട് ആ പിതാവ് ഞെട്ടി. അദ്ദേഹം വീട്ടിലെത്തി ഭാര്യയോട് കാര്യം പറഞ്ഞു. ഭാര്യയും ഈ ആലോചനയെ ശക്തമായി എതിർത്തു. നമ്മുടെ മകളെ ആ ജുലൈബീബിന് നൽകുകയോ? ഒരിക്കലുമില്ല, അവർ പറഞ്ഞു. പെൺകുട്ടിയുടെ മറുപടി. മാതാപിതാക്കളുടെ സംസാരം കേട്ട ആ മകൾ മുന്നോട്ടു വന്നു. അവൾ ചോദിച്ചു, ആരാണ് ഈ ആലോചന കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ. അപ്പോൾ ആ പെൺകുട്ടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്ത ഒരു കാര്യത്തെയാണോ നിങ്ങൾ നിരസിക്കുന്നത്? റസൂലിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നു. പ്രവാചകൻ എന്നെ ഒരിക്കലും നശിപ്പിക്കില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഈമാൻ, വിശ്വാസം കാരണം ആ വിവാഹം നടന്നു. പ്രവാചകൻ അവർക്കായി ദുആ ചെയ്യുകയും മദീനയിലെ ഏറ്റവും അനുഗ്രഹീതമായ വീടുകളിലൊന്നായി അത് മാറുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് അധികം നാളുകൾ കഴിയും മുൻപ് ഒരു യുദ്ധമുണ്ടാകുന്നു. ജുലൈബീബ് ആ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം അവസാനിച്ചപ്പോൾ പ്രവാചകൻ സ്വഹാബികളോട് ചോദിച്ചു, നമുക്ക് ആരെയെങ്കിലും നഷ്ടപ്പെട്ടോ? അവർ ചില പ്രമുഖരുടെ പേരുകൾ പറഞ്ഞു. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, മറ്റാരെയെങ്കിലും നഷ്ടപ്പെട്ടോ? അവർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, എന്നാൽ എനിക്ക് എന്റെ ജുലൈബീബിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവനെ തിരയുക. അന്വേഷണത്തിനൊടുവിൽ 7 ശത്രുക്കളെ വധിച്ച ശേഷം രക്തസാക്ഷിയായി കിടക്കുന്ന ജുലൈബീബിനെ അവർ കണ്ടെത്തി. പ്രവാചകന്റെ തണൽ. റസൂലുള്ളാഹി ആ മൃതദേഹത്തിനരികിൽ നിന്നു. തന്റെ കൈകളിൽ ജുലൈബീബിന്റെ ശരീരം താങ്ങിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ 3 തവണ പറഞ്ഞു, ഇവൻ എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ ഇവനിൽ നിന്നുള്ളവനുമാണ്. അവസാനം പ്രവാചകൻ സ്വന്തം കൈകളാലാണ് ജുലൈബീബ് എന്ന ആ വലിയ സ്വഹാബിയെ ഖബറക്കിയത്. ജുലൈബീബ് എന്ന സ്വഹാബി സമത്വത്തിന്റെയും വിശ്വാസത്തിന്റെ ആഴത്തിന്റെയും പ്രവാചകസ്നേഹത്തിന്റെയും വലിയൊരു മാതൃകയാണ്.